ഫ്ലൈ ഓവർ എന്തോരു സ്ഥലത്താ നീണ്ടു കിടക്കണ. ഇത് നല്ല ഭംഗിയുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഒറ്റൊരാളാണെന്ന് ഞാൻ വിശ്വസിക്കാനില്ല. ട്രക്കുകാരുടെ ഒരു ലോകം തന്നെയാണ് ഉണ്ടത്. ഇവിടെയാണ് ഇനി മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഫ്രെയിമിലൊക്കെ ഒരു ഫോട്ടോ എടുത്താലേ പൊള്ളിക്കൂട്ടാ. മുത്തിന് ഇവിടുത്തെ ശബ്ദം കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ. മുകളിലെ കൊട വിരിച്ചു വെച്ച പോലെയാണ് നിക്കണത്. നല്ലൊരു ഇടി ഇടിച്ചിട്ട് വെട്ടി പൊളിച്ചെടുത്തിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഗായ്സ്. ഇന്ന് നമ്മള് ബാംഗ്ലൂര് തന്നെയാണ് കേട്ടോ നിക്കുന്നത്. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ഒരു ആലുണ്ട്. അതായത് എത്ര ഏക്കറില നിക്കണേന്ന് അവര് പറയണേ, ഗൂഗിള് പറയണത് കണ്ടമാനം നിൽക്കണ എത്രയോ 400 വർഷം കണ്ട് പഴക്കമുള്ള വലിയ ഒരാലാണ് അത്. ഇവിടെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തത് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ അതിന്റെ എന്താ പറയാ വേരുകളൊക്കെ വന്നു കണ്ടമാനം സ്ഥലത്ത് പടർന്ന് പന്തലിച്ച ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോകാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇല്ലേ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ സിറ്റി ടൂർ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാണാത്ത സംഭവങ്ങൾ കുറച്ച് അകലെയായാലും ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 10-40 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. 40 പോരാ, അപ്പൊ 10 കിലോമീറ്റർ കൊണ്ട് ഓടി, അപ്പോൾ അതിൽ കൂടുതലുണ്ട്. എന്നാൽ കൂടി എന്താ പറയാ അതൊക്കെ കാണാത്ത കാണുമ്പോൾ ഒരു പുതുമ എന്ന് പറയില്ലേ, അപ്പൊ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ നൈസ് റോഡിലേക്കുള്ള എൻട്രൻസിന്റെ അവിടെയാണ്. അത് ടോള് കൊടുത്തിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാനായിട്ട്. അവോയ്ഡ് വേറെ വഴിയുണ്ട്, ടോള് കൊടുക്കാണ്ട് പോകാൻ പറ്റിയ വഴിയുണ്ട്. പക്ഷെ അത് സിറ്റിയുടെ ഉള്ളിൽ കൂടെ നമുക്ക് മണിക്കൂറോളം കാണിക്കുന്നത്. ഇത് ആകെ 1 മണിക്കൂർ എടുക്കുമ്പോൾ മറ്റേത് 2 മണിക്കൂറോ എത്ര, അങ്ങനെ കണ്ടമാനം സമയം കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ ടൂൾ കൊടുത്ത് നേരെ നൈസ് റോഡിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോവാം, അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ എടുത്ത് നൈസ് റോഡിലേക്ക് അങ്ങനെ പോവാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് കേട്ടോ. മുത്ത് ഹാപ്പി അല്ലേടാ? മുത്ത് പറയണ ഈ ആല് കാണാനൊന്നും ഞാനില്ല. വണ്ടി വല്ലതും വിൽക്കണ സ്ഥലങ്ങളോ വാങ്ങണ സ്ഥലമോ അല്ലെങ്കിൽ വല്ല ഹെൽമെറ്റ് വിൽക്കണ സ്ഥലമോ വണ്ടിയുടെ ആക്സസറീസ് ഉള്ള സ്ഥലം അങ്ങനെ പോട്ടെ, ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഈ വക സ്ഥലങ്ങളിലേക്ക് പോട്ടെ എന്നാണ് പറയണത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു പോവാം, നമുക്ക് ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങനെയുള്ള അതെ. ഈ ബാംഗ്ലൂരുണ്ടല്ലോ വരുവാണെങ്കിൽ തന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ ഏതാണോ വിചാരിച്ച സ്ഥലത്തേക്ക് വെച്ചാൽ അവിടേക്ക് ആദ്യം എത്തണം കേട്ടോ. അവിടേക്ക് പോണം. അല്ലാണ്ട് ഈ 10 മണി 11 മണി നേരത്തൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുക്കും നമ്മള്. ആ പറഞ്ഞോണം രാവിലെ നേരത്താണെങ്കിൽ അത്ര നേരത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇത്തിരി കുറയും. വൈകുന്നേരം നല്ല രാത്രി നമ്മുടെ നാട്ടിലേക്ക് ബ്ലോക്കിൽ ഇങ്ങനെ എടുക്കേണ്ടി വരില്ല, ഇതിങ്ങനെ എടുക്കേണ്ടി വരും ബ്ലോക്കിൽ. അപ്പൊ നമുക്ക് നൈസ് റോഡിന്റെ എൻട്രൻസിലേക്ക് കയറാം. ഇവിടുന്ന് ഒരു ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെന്നിറങ്ങുന്ന സ്ഥലത്ത് എത്ര രൂപയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ആ പൈസ പറയും, ആ പൈസ കൊടുത്തിട്ട് തിരിച്ചു പോരും. അതാണ് കേട്ടോ പരിപാടി. അപ്പൊ ഇതാണ് റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എന്ത് കാറ് മിനിമം 175 ആണോ? അറിയില്ല. എന്തായാലും നല്ല പൈസയുണ്ട് ഈ ടോളില്. കാരണം എന്താ വെച്ചാൽ ഇത് പ്രൈവറ്റ് റോഡാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ, അതിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നമുക്ക് എങ്ങോട്ടാ? റൈറ്റ് ലെഫ്റ്റാ? ലെഫ്റ്റ് അല്ലേ? അല്ല, ഒരു റോഡിനെ ഉള്ളൂല്ലോ അല്ലേ? അതെ. അപ്പൊ നമ്മൾ നേരെ ഈ റോട്ടിലേക്ക് കയറി. ഇത് നല്ല അടിപൊളി റൂട്ടാട്ടോ. അതായത് എന്താ പറയാ, നമുക്ക് വണ്ടി ഓടിച്ച് തിമിർക്കാനുള്ള ഒരു റോഡ് എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ഒരുപാട് റേസിംഗ് വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാർ ഫുൾ സ്പീഡ് പരീക്ഷണം നടത്തുന്ന ഒരു റോഡൊക്കെയാണ്. ഇതിൽ ക്യാമറ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം എന്നുള്ളതാണ് എനിക്ക് തോന്നണത്. സാധാരണ ക്യാമറ ഇല്ലാത്തൊരു റോഡാണ് തോന്നുന്നത്. അതും പ്രൈവറ്റ് റോഡും കൂടിയാന്ന് പറയുമ്പോൾ പ്രൈവറ്റ് റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് പാർട്ടിയുടെ റോഡോ അങ്ങനെ എന്തോ ഒരു ഇതിന് പ്രത്യേകതയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഫുൾ ഡീറ്റെയിൽ അറിയില്ല കേട്ടോ. ഇതാണ് ഫുൾ കോൺക്രീറ്റ് റോഡ്. അതായത് ഈ ബാംഗ്ലൂർ സിറ്റി ഒരു ഇത്ര ചുറ്റളവിൽ പെടുന്ന ഒരു സിറ്റിയാണ്. ആ സിറ്റിയുടെ ഔട്ടറിൽ പോകുന്ന റോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. അപ്പോൾ ഔട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയുടെ ഉള്ളിൽ ടച്ച് ചെയ്യേ വേണ്ട. നമ്മൾ നേരിട്ട് ഒന്നും ടച്ച് ചെയ്യാണ്ട് പുറത്തെ സ്ഥലത്തേക്ക് ചാടും. ഇപ്പോൾ ഹൈദരാബാദൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ സിറ്റിയുടെ അടുത്തേക്ക് പോലും വരണ്ട. നമ്മൾ നേരെ ഔട്ടർ ചാടി അങ്ങനെ പോകും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിലും നേരെ അങ്ങനെ വരാനുള്ള ഔട്ടറുകളുണ്ട്. ഓരോ സ്ഥലത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി വരികയാണെങ്കിൽ രാവിലെ പുറപ്പെട്ടാൽ ചിലപ്പോൾ രാത്രി എത്തുമ്പോൾ. പക്ഷെ ഇതിൽ കയറി വരികയാണെങ്കിൽ അതെ, ട്രാഫിക് ഇങ്ങനെ ജാമില്ലാത്ത സ്ഥലം ഇല്ല. നമ്മുടെ മുഴുവൻ ഔട്ടറും സിറ്റി തന്നെയാ. അതെ. അപ്പൊ
ഇന്നലെ മറ്റേ റോഡ് വന്ന റെഡി ആവൂലേ? ഇന്നലെ നമ്മള് ഈ റോഡിന്റെ മുകളിൽ കൂടെ പോയത് ഓർക്കണ്ടോ? ഇത് ഇതിലെ ഓർമ്മയിട്ടാ ഇതിലാണ് നമ്മൾ ഇന്നലെ പോയത്. ഇപ്പൊ നൈസ് റോഡ് വഴിയാ പോകാനെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെ കയറിയ വഴിയില്ലേ, നേരെ കയറി അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. അത് വിഡിത്തരായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നപ്പോഴാണ് ടോൾ റോഡാന്നുള്ളത് മനസ്സിലാവണേ കേട്ടോ. അപ്പൊ അതാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഓരം ചേർന്ന് മെല്ലെ അങ്ങോട്ട് പോവാം. നമ്മൾ പെടച്ചുള്ളനാവണില്ല. ശരിക്കും ഈ റോഡ് ഫുൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓടിക്കാൻ യാതൊരു സുഖമില്ല. കുതിരപ്പുറത്ത് പോണ പോലെയാ. ഒരു സുഖമില്ലാത്ത ഒരു റോഡാണ് കേട്ടോ. ചാടി 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 നിൽക്കും. ഇവിടെയാണ് ഇനി ഇതേ മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് പടങ്ങള് ഈ വഴിക്ക് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഈ റോഡും സംഭവങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കല്ലിന്റെ ഈ ഭാഗമൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മയുണ്ടോ? മോഹൻലാലിന്റെ പടത്തിലുണ്ട്, ഏതോ മറ്റേ ബില്ല ആ പടത്തിലൊക്കെ കുറെ ഭാഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഷൂട്ടിംഗ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാന്നുള്ളത്. നൈസ് റോഡ് ഞാൻ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് ഈ വഴിക്ക്, നൈസ് റോഡ് വഴിക്ക്. ഒന്ന് നോക്കി നോക്കണ, ലൈറ്റ് കത്തും. നിലയ്ക്ക് നോക്കണം. വ്യൂ ക്യാമറ ഇവിടെ ക്യാമറ ഉണ്ടാ? അയ്യോ, അത് സ്പീഡ് ക്യാമറ ആവോ? ഫ്ലോ പോയി. നല്ല പണി. എന്റെ കയ്യിൽ ക്യാമറ ഇല്ലാന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഞാനിരുന്ന്. അയ്യോ ഛേ, മൂട് പോയി. ദൂരം കരിക്കൽ കൂടികളെ പണിയാണ് നോക്കി. മെസ്സേജ് വരും നോക്കിക്കോ, അറിയാലോ. അപ്പൊ എന്തായാലും ഇനി അടുത്ത ക്യാമറ അകലേന്ന് കാണാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ? എവിടെയും കാണില്ലല്ലോ. 100 വരെ പോലും ഇല്ലേ ഇവിടെ. ഇപ്പൊ ട്രക്കുകാരുടെ ഒരു ലോകം തന്നെയാണ് ഉണ്ടത്. എന്തോരം ട്രക്കുകളാ പോണെന്ന് വെച്ചാൽ. കാരണം ഇവർക്കൊന്നും ഇത് ടച്ച് ചെയ്യണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കാരും ഈ റോഡാണ് പിടിക്കുക. സംഭവം റേറ്റ് കൂടുതലാണെങ്കിലും എല്ലാ ആൾക്കാരും ഈ റോഡിന് എടുക്കണത്. ക്യാമറ അവിടെ മാത്രമായിട്ടേ കണ്ടുള്ളൂ, വേറെ എവിടെയും കണ്ടില്ല. ഈ മറ്റുള്ള റോഡുകൾ പോകണോണ്ടാണ് ഇതേ ഒരേ സ്ഥലത്തേക്കുള്ള റോഡൊക്കെ ഇവിടെ ഓർജിച്ചാണ്. അപ്പൊ മോളിക്കട ഇങ്ങനെ പോകും. ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റ് സമുച്ചയം തന്നെയാണ് കേട്ടോ. ഈ റോട്ടിലെ മാക്സിമം സ്പീഡ് 80 കേട്ടോ. അതുപോലെ തന്നെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് 80-ൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഓവർ സ്പീഡ്, മറ്റേ ഇത് ഫൈൻ, ക്യാമറ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പഴയതുപോലെയല്ല. എൻ്റെ വിചാരം ഈ റോട്ടിൽ അതില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നായിരുന്നേ. പക്ഷെ സംഭവം വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ പെട്ടെന്ന് നടക്കില്ല. അല്ലെങ്കിൽ ക്യാമറ ഉള്ള സ്ഥലം അറിഞ്ഞിട്ട് അവിടെ മാത്രം മെല്ലെ പോകണം. പക്ഷെ അത് നമുക്കറിയില്ല ക്യാമറ എവിടേക്കാന്ന്. എന്തായാലും ഒരു ലെങ്ത് ടു അടുത്ത ലെങ്ത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ കൂടി അത് അറിയണം. അല്ലെങ്കിൽ ചിലപ്പോ പണി പാടും. 45 സ്കൂട്ടറൊക്കെ കാണുമ്പോ പോകുമ്പോ കാണുമ്പോ മറ്റേ കുബേരനിലെ ദിലീപിന്റെ വണ്ടി നാണക്കേട് പോലെ പോക്ക്. അപ്പൊ ഇത്തിരി സ്പീഡ് ആക്കണം പറയണേ. ഒരു 50-60 പിടിക്കും. 60 ആ സ്കൂട്ടർ പോണ സ്പീഡ് 60. അപ്പൊ അതിനകത്തേക്ക് എത്തിക്കാം നമുക്ക്. അതുപോലെങ്കിലും പോ. ശരി 40-45 മൈസൂർക്ക് നേരെ പോണം. ബാംഗ്ലൂർക്കാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് താഴത്തെ സർവീസ് റോഡ് ഇല്ലേ, അങ്ങനെ നമുക്ക് ഏത് വഴിയാ? നേരെയല്ലേ? ആയിക്കോട്ടെ. ക്യാമറ അടിച്ചാലോന്ന് വിചാരിച്ചിട്ടോ. അതേ പോലീസുകാർ നിക്കണുണ്ടോ നീ? അത് തന്നെ ദേ അവിടെ ക്യാമറ വെച്ച് നിക്കണുണ്ടോ നീ? പോലീസുകാര് ഇതൊക്കെ പൈസ കിട്ടാൻ വേണ്ടിട്ട് നിക്കണത് ഇപ്പാണ്. അതേ അവരുടെ കയ്യിൽ മറ്റേ മിഷ്യൻ കണ്ടോ? ഓവർ സ്പീഡ് ആണെങ്കിൽ അപ്പന്നെ ചലാൻ അടിച്ച് കയ്യിൽ തരും. 80 അല്ലേ? 80 60 ഇപ്പൊ എത്രയാ? 60 ഇപ്പൊ. മതി. ഇത്ര വലിയ റോഡായ സ്പീഡ് തോന്നാത്ത. ശരി, അല്ല 60 മതി. എനിക്ക് അധികം കൂടി വേണ്ട. ഇത് 40 ഇട്ടിട്ട് കിലോമീറ്ററും കിടക്ക. ഒരു സ്ഥലത്തേക്ക് എത്താൻ മണിക്കൂറുകളോട് എടുക്ക. ഫ്രീ ആയിട്ട് എടുക്കുന്ന റോഡ് ഉണ്ടായിട്ട് വരെ. അടുത്തത് പണിയാണ്. പണികൾ ഇങ്ങനെ നടക്കണ്ട. കണ്ട പുറത്തേക്ക് ഔട്ടർ റോഡ്. അതാ പറഞ്ഞത്. വന്ന് കയറുന്ന റോഡ് കണ്ട അവിടെ. അതില് വന്ന് കയറും.
അതുണ്ട്. അത് പുറത്തുനിന്ന് കയറി വരുന്ന നമ്മള് പൈസ കട്ടായിട്ടില്ല. നമ്മൾ ഇറങ്ങുമ്പോഴാ കട്ടാവുക. എവിടെ ഇറങ്ങണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ടാവും. അപ്പൊ മെസ്സേജ് വരുമ്പോ മനസ്സിലാവും എത്ര പോയി എന്നുള്ളത്. ഇനി വരാൻ പോണ സാധനം സൂപ്പർ സ്ഥലാട്ടാ. അങ്ങോട്ട് റോഡുകള് നിറച്ച് റോഡുകള് 8 ഷേപ്പ് ബട്ടർഫ്ലൈയാ. ബട്ടർഫ്ലൈ ഷേപ്പില് ഇത് നമ്മള് കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ ഇവിടെ ഒരു ലോറി ഇടിച്ച് പപ്പടമായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ സ്റ്റിയറിങ്ങും പിന്നെ മറ്റേ ഹെഡ്ലൈറ്റിന്റെ ഭാഗവും പിന്നെ ഉള്ളിലത്തെ തകിടും ഒക്കെ അവിടെ പൊടി പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ കുറെ ടയറൊക്കെ ഉണ്ട്. കൊറേ കാലായിട്ടുള്ളതാ. ഇങ്ങനെ നോക്കടാ അതിന്റെ ഫ്രണ്ട് ഇതിൽ നോക്കിയ ബാക്കിലേക്ക് അതെ കൊറേ കാലമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളതാന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു ഇടി ഇടിച്ചിട്ട് വെട്ടി പൊളിച്ചെടുത്തിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഉറങ്ങിപ്പോയതാവും ചിലപ്പോ. അല്ലാണ്ട് കൂട്ടിട്ട് നടക്കാൻ വഴിയില്ലല്ലോ. അതെ, ഇടിച്ച് ചിലപ്പോ എല്ലായിടത്തേക്ക് അങ്ങനെ പോയി ഉറങ്ങിപ്പോയിണ്ടോ? അതെ. ഈ റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നിന്ന് മറ്റേ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോ നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അത് കാണണ്ട അതിനകത്ത്. അതെ, ഇത് നോക്കി ഇങ്ങനെയാണ് നിക്കുക. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് താഴ്ചക്കട വരുമ്പോ ഇത് അറിയില്ല. കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് കയറി പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ മൊത്തത്തിൽ അങ്ങനെയാണ്. പക്ഷെ നമ്മളത് കാണാൻ വേണ്ടി വരുമ്പോ അതിലൊന്നും കാണാനില്ല ഇങ്ങനെ വരുമ്പോ അല്ലെ. അതെ, അവിടെ വണ്ടികൾ പോണ വഴി ഇപ്പുറത്തേക്ക് ഇതേ കണ്ട ഇങ്ങനെ ഒരു വളവ്, അപ്പുറത്തേക്ക് അതേപോലെ ഒരു വളവ്. നേരെ പോയാ കേട്ടില്ല. ഡ്രോൺ പറത്തി അറിയാം. ഇപ്പൊ ഡ്രോൺ പറത്താനില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ഡ്രോൺ ഇല്ലല്ലോ പരത്താൻ. അതാണ് ലേശം തെറ്റിപ്പോയി. അതുണ്ടായത്. ഇതെന്താണ് അപ്പൊ വായിക്കാൻ അറിയോ? അഖിലേന്ന് കാണണ്ട എന്തിന്റെയാണ്? അതിന്റെ മുന്നിലത്തെയാണ്. എനിക്കും 6 വരെ കണ്ടു, പിന്നെ കണ്ടില്ല. ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഫെൻസിങ് ചെയ്തിട്ട് ഒരു സാധനത്തിന് പോലും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഒരു വണ്ടി പോലും അല്ലെങ്കിൽ ഒരാള് പോലും പുറത്തുനിന്നുള്ളവർക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഫുൾ ഫെൻസിങ് 2 സൈഡിലും ചെയ്ത് വെച്ചേക്കണ. കണ്ടോ ഏത് ബോഗൻവില്ല പൂണ്ടാവുന്നത്? ബൈക്കിന് 80 ഉണ്ട്, ട്രക്കിന് 80 ഉണ്ട്. ഇവിടെ കാറിന് 120. ഇവിടെ 120 മാതിരി സ്പീഡിൽ പോകാൻ പറ്റുമോ? അപ്പൊ നേരത്തെ 80 ആയിരുന്നല്ലോ അവിടെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 120 ഓടിക്കാൻ പറ്റില്ല നമുക്ക്? 120 ഓടിക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവര്. ഇതേ 80. ഇതെന്തത് ഇറക്കായ കാരണം ഉണ്ടല്ലേ? അത് കാറ്റ് പിടിക്കുന്ന ശബ്ദം. 80 ഒന്നും കുഴപ്പമില്ല. ഒരു വണ്ടി ഇടിച്ചു കിടക്കണ്ട. ഏതോ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചതാ. കണ്ടാ ഇതെങ്ങനെ ഈ കയറ്റത്തൊക്കെ കൊണ്ടുപോയി ഇടിക്കണ? നല്ല വ്യൂ ട്ടാ. വലിയ ഫ്ലാറ്റുകള്, നല്ലൊരു ഇറക്കം പോലെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ 120 ആണെങ്കിൽ പോയിരിക്കായിരുന്നു. പറഞ്ഞിട്ടില്ല. നിയമം പാലിക്കുന്നവർക്ക് ഇതെല്ലാം പ്രശ്നമാണ്. നിയമം പാലിക്കാത്തവർക്കാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ 150-ലോ 200-ലോ പടയ്ക്കാം. നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മതി, നമുക്ക് 120 പോയാൽ മതി. അല്ല 80 പോയാൽ മതി. നമ്മള് അങ്ങനെ നേരെ ഔട്ടറിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അമ്മ ഇതുണ്ടല്ലോ, മൈസൂർക്ക് പോണ വഴിക്കാണ് ഈ ആൽമരം ട്ടാ. മൈസൂർക്ക് പോണ വഴിക്ക്. ഇപ്പൊ മൈസൂരിൽ നിന്നാണ് നിങ്ങൾ ബാംഗ്ലൂർക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം അപ്പൊ ഈ ആൽമരം മാത്രല്ല, ആ ആൽമരത്തിന്റെ സൈഡിൽ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിനോട് ചേർന്നിട്ടാണ് കുറെ നഴ്സറി ഫാമുകൾ ഉണ്ട് ട്ടാ. അവിടെ നിന്നാണ് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി അവിടേക്ക് അങ്ങനെയുള്ള നമ്മുടെ ഭാഗത്തേക്കുള്ള ചെടികള്, ഈ റോസ ചെടികള് അങ്ങനെയൊക്കെയുള്ള ചെടികളില്ലേ, നഴ്സറിയിലത്തെ ചെടികള്, അതൊക്കെ ഇവിടുന്നാണ് കൊണ്ടുവരുന്നത് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പോയിട്ട് മേടിക്കുക. ഇവിടുന്ന് നമ്മൾ ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ പോണ സമയത്താണെങ്കിൽ നഴ്സറിയിലൊക്കെ കയറി ചെടി മേടിച്ചിട്ടൊക്കെ പോണെങ്കിൽ പോവാം അല്ലെ. അതെ, റോസൊക്കെ 5 രൂപ 3 രൂപയ്ക്ക് ഉള്ളൂ എന്നാണ് കേക്കണ. 5 രൂപ 3 രൂപ അവിടേക്ക് റോസ പൂവിനായിരിക്കും. അതറിയില്ല, അങ്ങനെയൊക്കെ കേട്ട് കേൾവി. ഇനിയിപ്പോ അറിയാൻ പാടില്ല. ചിലപ്പോ മൊത്തത്തിൽ എടുക്കുമ്പോ കേട്ടോ ഹോൾസെയിൽ തന്നെ ആയിരിക്കും.
നമ്മള് ജസ്റ്റ് ഇപ്പൊ അവിടെ വരെ ആൽമരം വരെ കാണാൻ പോണ കാരണം നഴ്സറിക്കും കൂടി ഒന്ന് ഇത് എന്താന്നറിയുന്നത് പറയുമ്പോ എല്ലാം പറയും 2 രൂപ ഉള്ളൂ 3 രൂപ ഉള്ളൂ. നമ്മൾ മേടിക്കാൻ അവിടെ എത്തി കഴിയുമ്പോ ഇന്നലെ കണ്ടില്ല ഒരു സ്ഥലത്ത് കയറിയപ്പോ അതന്നെ 150 നമ്മുടെ അവിടെ 70യുടെ സാധനം ഇവിടെ 150 പിന്നെ 400 സിമ്പിൾ ആയിട്ട് പറയണേ. നമുക്കതെല്ലാം അറിഞ്ഞിരിക്കാലോ. പിന്നെ ചെറുതായിട്ട് ചെടിപ്പുറാന്നുള്ള കാരണം അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആലെന്ന് പറയുമ്പോ ഒരു എല്ലാവരും അവിടെ അല്ല അവിടുന്ന് കുറേ പോണത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് കേറിയ ടോള് എത്ര കിലോമീറ്റർ ഓടി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട്? ഇനി എത്ര കിലോമീറ്റർ? 10. അപ്പൊ നമ്മൾ ആകെ 17 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുണ്ട്. അപ്പൊ വണ്ടിയുടെ പൈസ എത്രയാണോ അറിയില്ല. അത് ഇവിടെ മിനിമം പൈസ ഉണ്ടാവും 150-200 കണ്ട മിനിമം. മേളിന്ന് ഒരു വണ്ടി പോണെന്നൊക്കെ. അത് വണ്ടിയല്ല, അയ്യോ ട്രെയിനാ. മെട്രോ പോണ്ട് ഗൈസ് മോളില്. ആദ്യം വണ്ടി അല്ലെങ്കിൽ ബസ്സാണല്ലോ അല്ലെങ്കിൽ നീളുണ്ടല്ലോ. മെട്രോ മോളിക്കൂടെ മറ്റേ കൃഷ്ണൻ ചവിട്ടിക്ക് വന്ന പാമ്പ് പോണെന്ന് പറയാം. ഇവിടെ എത്രയാന്നുള്ളത് പിന്നെ ഇപ്പൊ എങ്ങനെയാണോ അറിയാം? അവർക്കറിയാം. കാണിക്കണില്ലാതെ കാറ് 30 രൂപ മുതല് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് എത്രയാന്നുള്ളത് നമുക്ക് മെസ്സേജ് വരുമ്പോ അറിയാം. അപ്പൊ നമ്മള് നേരെ ഔട്ടർ മൈസൂർ റോഡിലേക്ക് ഇനിയും 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അല്ലേ? നേരെ വിടാം ഗായ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ മൈസൂര് ബാംഗ്ലൂര് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഞങ്ങള് ഏറ്റവും അവസാനം ആ റൂട്ടിലേക്ക് എത്തി. അതിന്റെ ഔട്ടർ, അതായത് ഔട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോട്ടിലേക്കാണ് പോണത്. അതിനകത്ത് കയറിയിട്ടില്ല. അവിടെ റോട്ടില് വണ്ടിയുടെ സ്പീഡ് കാറ് 100, ട്രക്ക് 80, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ല, ബൈക്ക് സമ്മതിക്കില്ല, ഓട്ടോറിക്ഷ സമ്മതിക്കില്ല. പിന്നെ വേറെ ഏതാ ഒരു വണ്ടി കൂടി പോകാൻ പറ്റില്ല വഴിക്ക്. അത്ര വണ്ടികള് അങ്ങനെ ഉണ്ടോ? ബോർഡ് വെച്ചിട്ടുണ്ട് സംഭവം. അപ്പൊ അങ്ങനെ അവര് എഴുതി വെച്ചിട്ടുള്ള ബോർഡല്ലേ പറയണത്. പിന്നെ അതുപോലെ തന്നെ ഈ വഴിക്കടെ ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ടോള് തുടങ്ങണേക്കാളും മുന്നേ ഫസ്റ്റ് റോഡ് പണി ഫുൾ കഴിയുകയും ചെയ്തു, ടോള് തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. ഇത് അതുകൊണ്ട് തന്നെ എല്ലാ മൈസൂര് ബാംഗ്ലൂര് പഴയ പോയിട്ടുള്ളത്. ഇതൊക്കെ ഒരു കോളേജാ. ഈ കോളേജിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. ഇവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂർ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നേരെ മൈസൂർ എത്തും. പഴയ കാലത്ത് അല്ലടാ, ഇത് പഴയ കാലത്ത് ഈ റോട്ടിൽ കൂടെ ആയിരുന്നു പോയായിരുന്നേ. എക്സ്പ്രസ് ഹൈവേ ഇല്ലല്ലോ. ഇപ്പൊ ഈ എക്സ്പ്രസ് ഹൈവേ വന്നത് കൊണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ കയറിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പോവാം. അതറിയില്ലേ? റോഡ് കൊടുക്കാണ്ട് അടിയിൽ നല്ല റോഡ് ഫുള്ളുണ്ട്. അന്നും ഉണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ? നല്ല തണലോട് കൂടി പോവാം മുകളിൽ സാധനമുള്ള കാരണം. കണ്ടാ എക്സ്പ്രസ് ഹൈവേയുടെ മുകളില് കൊട വിരിച്ചു വെച്ച പോലെയാണ് നിക്കണത്. അത് തന്നെ താഴത്തേക്കടെ പോകുന്ന വണ്ടികൾക്ക് ചെറിയ രീതിയിൽ. അയ്യോ അത്ര അയ്യോ അല്ല, ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ യു ഷേപ്പ് അല്ല ഇത്. നേച്ച കുറയ്ക്ക്. അയ്യോ നിക്ക് നിക്ക്, വഴി തെറ്റിയാ? അതല്ല മുകളിൽ കൂടെയാണോ സൈഡിൽ കൂടെയാണോ അറിയാനാ എനിക്ക് അറിയണില്ലല്ലോ കേട്ടാ. അത് കുഴപ്പമില്ല, നീ വലുതാക്കുന്ന യു ഷേപ്പ് അല്ല. ഈ ശരിക്കും യു ഷേപ്പില് പണിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളവുകള് വരുമ്പോ ഇപ്പുറത്തെ സൈഡിലേക്ക് വരിക, ഒരു ടേണിങ് കൊടുക്കുക, മറ്റേ നാസ്കാറൊക്കെ പോലെ. കറക്റ്റ് ആണ് നാസ്കാറിന്റെ കറക്റ്റ് അത് പറഞ്ഞത്. ഈ വഴിക്ക് പോകുമ്പോ ഭയങ്കര തണലല്ലേ, വെയിൽ അടിക്കില്ല. ഫ്ലൈ ഓവർ എന്തോരം സ്ഥലത്താ നീണ്ടു കിടക്കണെന്നൊക്കെ. ഒരു സിറ്റി വിട്ടിട്ട് അടുത്ത സിറ്റി വരെ ഉള്ള സ്ഥലം മുഴുവൻ ഫ്ലൈ ഓവറിൽ പോയി. അതുപോലെ ബ്ലോക്ക് എന്ന് പറഞ്ഞ കേസ് ഉണ്ടാവില്ല. നിലം തുറന്നില്ലല്ലോ വഴി. അത് തന്നെ അടിയിൽ വേറെ വഴി, മുകളിൽ വേറെ വഴി. പക്ഷെ അന്ന് വന്നപ്പോ മുകളിൽ പോയി താഴത്തെ അറിഞ്ഞില്ല കേട്ടാ. അടിപൊളിയാ. അന്നേ താഴത്തേക്കടെ വന്ന അല്ല മുകളിൽ പോയ കാരണം താഴത്തേക്കടെ ഒന്നും കണ്ടില്ല. അത് തന്നെ രാത്രി നമ്മൾ പോയത് ഓർമ്മയില്ല. ഇതത് മാറി. ഇവിടുന്ന് ഫുള്ള് ഡീസൽ അടിച്ചിട്ട് നമ്മള് പോയി. അതെ അതെ, അത് നാട്ടിൽ ചെന്നിട്ട് കൊറേ ഓടാണ്ടായിരുന്നു സ്വിഫ്റ്റില്. അങ്ങനെ നമ്മൾ ഇവിടെ യു ടേൺ എടുക്കാണ് കേട്ടോ നേരെ. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കയറി പോകേണ്ട. അതിലാണ് വഴി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ രാജരാജേശ്വരി എഞ്ചിനീയറിംഗ് കോളേജ് ആണ് രാജരാജേശ്വരി എഞ്ചിനീയറിംഗ് കോളേജ്. അതിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും സർവീസ് റോട്ടിൽ കൂടെ കേറി പോവാണ് കേട്ടോ.
ഇതാണ് രാജരാജേശ്വരി കോളേജ് ഈ സൈഡിൽ കാണുന്നത് ബ്ലൂ. ബ്ലൂ കളറ് ഇത് ചില്ല് ചില്ല്. ആ അതന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് തെറ്റിണ്ട്. ഇവരുടെ ഹോസ്പിറ്റലും ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്. അത് തന്നെ തൊട്ടിപ്പുറത്ത് വന്നത് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ? അല്ല മറ്റേ മെഡിക്കൽ കോളേജ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് തിരിയണം. ഈ റോഡിന്റെ പേരെന്താ? ഡെന്റൽ. അതൊക്കെ അവര് തന്നെയാ. ഇതിന്റെ ഈ റോഡിന്റെ പേര് അറിയോ? ആ ദൊഡ്ഡ ആലടമര റോഡ്. ദൊട്ട ആലടമര റോഡ് ഇതല്ലേ? ഇവിടെ ആ ദൊട്ട മാത്രല്ല കൊറേ ദൊട്ട ആലമട റോഡ് ഉണ്ട്. ദൊട്ട ആലടമര റോഡ്. ഇതൊരു റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. റെയിൽവേ ക്രോസ്. ഇവിടെ ഇതാലല്ല അല്ലേ? ഇതാണ് മൈസൂര് ബാംഗ്ലൂര് റെയിൽവേ ക്രോസ്. അത് ഈ സാധനം വെച്ചിട്ടുള്ള എന്തിനാ അറിയാം മുത്തിന് മുകളില് നമ്മള് ഈ ജിമ്മിനൊക്കെ പോകുമ്പോ ബാറാടാൻ വേണ്ടിട്ടുള്ള. ഇവനെന്തിനാ പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് വണ്ടിയുടെ ഹൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഹൈറ്റ് കൂടിയ ആൾക്കാർ ബാറാട്ടം. ഞാൻ എന്തോരം കണ്ടാണ് രാവിലെ എന്റെ മുകളിൽ കൊറേ പേര് ഞണ്ടി ആലട റോഡ് എത്താൻ നോക്കാം. ദൊഡ്ഡാലട. അത് നോക്കാം. ഇവിടെ പേരുകള് അവിടെ എത്തും നോക്കാം. പോവാം. ദൊഡ്ഡാൽമരം ഇതാണോ ദൊഡ്ഡാൽമരം? ഇത് ആൽമരാണ്. ദൊഡ്ഡാൽമര ആയിരിക്കും ചിലപ്പോ. ഇതിലെന്തോ ഈ ദൊഡ്ഡാൽമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ വെള്ളം കുടിക്കാൻ നിർത്തിയതാ. പിന്നെ എന്നാ പിന്നെ പോവല്ലേ? ഇതെന്താ ഇങ്ങനെ പറയണേ? ആൾക്കാര് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാവാൻ കേട്ടോ. നീ ലൈറ്റ് എന്താന്നറിയാലേ? നമുക്ക് പോവല്ലേ? കുപ്പിക്ക് അടപ്പെടും. കൈ നോക്കുമ്പോ ഇയാളാണ് മുത്ത് പറഞ്ഞേ. ഇത് തൊട്ടാൽമരല്ല, ഇത് വേറെന്തോ ചെറുതാ. ഇത്ര വലിപ്പമുള്ളൊക്കെ നമ്മുടെ നാട്ടിൽ എന്തോരം ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതും 3 സെന്റ്. മുത്ത് പറയണ വളരെ ചെറിയൊരു ആലാവും ഇതെന്നൊക്കെ പറയണേ. ഇതല്ല നമ്മൾ കാണാൻ പോണത്. അപ്പൊ എന്തായാലും നോക്കി നോക്കാം നമുക്ക്. റോഡ് സൈഡിൽ ഇഷ്ടംപോലെ നഴ്സറികളും കാര്യങ്ങളൊക്കെ കാണണ്ടോ നമ്മള് ഈ വഴിക്ക്. നോക്കിയേ എന്തോരം നഴ്സറികളാന്നറിയോ. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു വലിയ തോട്ടം കണ്ടു. അത് എന്തിന്റെയായിരുന്നു? സപ്പോട്ടയുടെ ഏക്കർ കണക്കിനുള്ള തോട്ടാണ്. 1 2 അല്ല. അപ്പൊ നമുക്ക് ആദ്യം ആൽമരം കാണാൻ പോവാം. ഓക്കെ, ആൽമരം ഇവിടെ എവിടെയും കണ്ടാണ്. ഇവിടെ നിറച്ചു ആലുകളുണ്ട്. ഇതും ആല് തന്നെയാണ്. ഇനി ആൽമരത്തിന്റെ അവിടേക്ക്. അപ്പൊ ആദ്യം ആൽമരത്തിന്റെ അവിടേക്ക് പോവാം. ഇത് റോഡ് സൈഡിൽ കാണുന്ന ഒരു നഴ്സറി ആട്ടാ. അവിടെ ചട്ടികളും ഉണ്ട്, ചെടികളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പൊ കയറില്ല. സെറ്റ് ചെയ്തോണ്ടാ. അയ്യോ വീഡിയോയില് കണ്ടാവോ? ഇതൊക്കെ വേറെ നഴ്സറികള് ലേക്കിന്റെ സൈഡിലുണ്ടല്ലോ. അത് ഫുള്ള് വെള്ളത്തിന്റെ സോഴ്സ്. ഇതൊക്കെ കുഞ്ഞു നഴ്സറി ആട്ടാ. ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ നഴ്സറികൾ കാണും. പിന്നെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വില കൂടും. പൂവുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അവിടെ കാണാത്ത വെറൈറ്റികൾ കാണാൻ പറ്റും നമുക്ക്. അതാണ് അതിന്റെ ഒരു ഗുണം. ഈ സൈഡ് ഇതൊക്കെ വലിയ സംഭവം. ജസ്റ്റ് ഒന്ന് കേറാൻ നമുക്ക്. അതെ 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 അതെ. വില നിലവാരങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. പോകൽ വില്ലയുടെ നോക്കിയേ. അത് നമ്മുടെ അതിന്റെ വില ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട രണ്ട് സൈഡ് ഫുള്ള് നഴ്സറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇതൊക്കെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോന്ന് നോക്കണം അല്ലേ? ഉണ്ടെങ്കിൽ സുഖമായി അതെ. ഇത് കണ്ട ഇതൊക്കെ ചെടികള്, പേരക്ക അങ്ങനെയുള്ള ഫ്രൂട്ടുകളാണുണ്ട്. മാവ് കണ്ട. ഇവിടെ അതേപോലെ തക്കാളി കടകളിൽ കൊടുക്കുന്ന 10 രൂപ. അപ്പൊ ചിലപ്പോ ഇവിടെ ഹോൾസെയിൽ 5 രൂപ തക്കാളിക്ക് വില ഉണ്ടാവും. പിന്നെ എന്താ പറയാ, കൃഷിത്തോട്ടങ്ങളും ഉണ്ട് ഈ വഴിയിൽ. അതേപോലെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര വില കുറയും. കാരണം പൊട്ടിച്ച് കൊടുക്കണതല്ലേ. അതെ, തക്കാളി തോട്ടം കണ്ടു, കൃഷിത്തോട്ടം കണ്ടു. ഇഷ്ടംപോലെ നഴ്സറി ഉണ്ട്. സൈഡ് മൊത്തം നഴ്സറി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതിന്റെ രണ്ട് സൈഡും ലേക്കാ. ഇതിലേ വേറൊന്നും അറിയില്ല. അപ്പൊ നിങ്ങള് ചെടി മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെയാണ് തിരിച്ച് ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നേരെ രാജരാജേശ്വരി അല്ലെ ഹോസ്പിറ്റല് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന്റെ സൈഡിൽ സൈഡിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാടുണ്ട്. കയറി ഇറങ്ങി നല്ലത് എവിടെയാന്ന് നോക്കി മേടിച്ചു പോവാം. അതന്നെ. അതുപോലെ ആൽമരം കണ്ടു പോവാം. മറ്റേ ഇത് ചൈനഡോള് വലിയ വലിയ മരങ്ങള്. ഇനി ഉള്ളിൽ കയറി നോക്കാൻ ഇത് നമുക്ക്. അതെ,
അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ സ്ഥലത്തി ദൊഡ്ഡ ആലടമര. ഇത് ഒറ്റ മരാണെന്നാണ് പറയണേ. അതൊക്കെ ഒറ്റ മരത്തിന്നാണ് ഇത് തുടങ്ങണത്. ഇവിടുന്ന് തുടങ്ങാണ് കേട്ടാ. മനസ്സിലായ? ഇതാണ്, അല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഒരു കടയല്ല. നമ്മള് ചോദിക്കും ഇതൊക്കെ ഓരോ മരങ്ങളാണ്. അല്ല, ഒറ്റ മരാണ്, ഒറ്റ മരം. കണ്ട ഇത് ഭംഗി നോക്കിയേ. ഇത് നേരിട്ട് കാണുമ്പോ അടിപൊളിയാട്ടാ. അല്ലാണ്ട് മറ്റേ എന്താ പറയാ, നമ്മള് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നിട്ട് അതിപ്പോ ഈ ഒരു ആല് കാണാൻ വേണ്ടി പോകണം ഞാൻ പറഞ്ഞിട്ടാ എനിക്ക് ഇതേ പറഞ്ഞ എന്തായാലും അതാണല്ലേ മെയിൻ ആയിട്ടുള്ള സ്ഥലം. അതിന്റെയാണ് ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. അതൊരു സർക്കിള് മൊത്തം. അമ്മ ഏക്കറുണ്ടാവും. ഇല്ലാണ്ട് വെറുതെ പറയില്ലല്ലോ. ഇത് കണ്ടോ, ഇത് കാണാൻ വരുന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. ഇത് തുറന്നിട്ടില്ലല്ലോ. ടിക്കറ്റ് ഒന്നും ഇല്ലെന്നുണ്ടല്ലേ? അപ്പൊ വണ്ടി അവിടെ നിർത്തും. വണ്ടി നിർത്താൻ ഇഷ്ടംപോലെ സ്ഥലം ഇല്ല. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് അല്ലേ? കാർ പാർക്കിംഗ് അല്ലേ ഇതിന്റെ? റൂംസ് അവൈലബിൾ നോക്കാം എന്തായാലും. അമ്മ അടിപൊളി എന്ന് പറഞ്ഞാലേ അടിപൊളി ഷോട്ടാണ്. നമ്മുടെ ആലിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടാ. എന്തായാലും നല്ല ചിരിച്ചട്ടാ. അന്നാ നിർത്തിക്കോ, ചിരി നിർത്തിക്കോ. വണ്ടി നമ്മളിവിടെ ഒതുക്കി നിർത്തി. ആൽമരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഒതുക്കി നിർത്തിയ കാരണം നല്ല തണലത്ത് കിടക്കാറായി. കുറേ ഫോട്ടോ മുത്തിൻ്റെ വക എൻ്റെ ഒക്കെ എടുത്ത് പൊരിച്ച് തന്നിട്ടുണ്ട് അല്ലേ? മുത്ത് ഭയങ്കര ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടമുള്ള ആളാട്ടോ. എങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുള്ളത് അറിയില്ല. കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, സൈഡിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അല്ലേ? നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകട്ടോ. വണ്ടി ഇവിടെ ഇട്ടിട്ട് നേരെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഉണ്ട്, അവിടേക്ക് പോവാം. ഇതാണ് ദൊട്ട ആൽമരം അല്ലേ? ആളുടെ മരം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? റോഡ്. ശരി ശരി. അല്ല, ഈ സ്ഥലത്തിനൊരു പേരുണ്ടാവില്ലേ? തൊട്ടാലട. എന്നാൽ ശരി, അങ്ങോട്ട് പോവാം. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. അതിനി ഓപ്പൺ ചെയ്യാൻ പോണതാണോ എന്നുള്ളതും അറിയില്ല. കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ആലിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ റൂട്ടുകൾ പോയിട്ടുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഇത് കണക്റ്റഡാണ്. എല്ലാം ഓരോന്നിനോട് കണക്റ്റഡാണ് എല്ലാം. അതാണ് മെയിൻ കടാന്ന് വിചാരിക്കും, ഇതാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെയാണെന്ന്. ഇതൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒറ്റൊരു മരം തന്നെ ഫുൾ കണക്റ്റായി നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ഒന്ന് ചെന്ന് നോക്കിയതിന് ശേഷം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി പറഞ്ഞുതരാം. തോന്നിയ പോലെ തോന്നിയത് പറയേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇങ്ങനെയാണോ നിൽക്കണേന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ഇരിക്കാനുള്ള കസാരകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് കയറുമ്പോൾ തന്നെ കാണാം. അതുപോലെ തന്നെ അത് ഫുള്ള് പുല്ല് പാക്കിയിട്ടുള്ള വഴികളാണ്. ഇത് കണ്ടു, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എല്ലാ സൈഡിലും. പിന്നെ ഇതിൻ്റെ ഉള്ളു സൈഡിലാണെങ്കിൽ ഫുള്ള് പുല്ലാണ്. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി നല്ല രസമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുള്ളൊരു ഫീലുണ്ട്. എന്തായാലും ഈ പറഞ്ഞ ഒറ്റ ആലെന്ന് നമുക്ക് തോന്നണില്ലെങ്കിൽ കൂടിയും മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രാവശ്യം വന്ന് കണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ടിക്കറ്റ് ഇതുവരെ ആക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ടിക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. നേരെ ഞങ്ങൾ ഉള്ളിലേക്കൊന്ന് കയറട്ടെ കേട്ടോ. പക്ഷേ ഇത് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭംഗി കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലല്ലേ കിട്ടുള്ളൂ. നമുക്ക് ഒരു മരത്തിന് കിട്ടില്ല. ലോങ് സൈറ്റിൽ നിന്ന് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീല് ശരിക്കും കിട്ടണത്. അമ്മ ഇതിൻ്റെ ഒടിയൻ പടം ഇന്ന് ഇവിടെയാണോ? അത് വെറുതെ പറഞ്ഞതടി. ഒടിയൻ പടം ഒന്നും ഇവിടെ ഒന്നുമല്ല. അത് ശരിയാണ്. ആ സിനിമയിൽ കണ്ട പോലെ ഉണ്ട് സംഭവം. ഏതില്? അതിനല്ലേ ഇത് ഇട്ടേക്കണേ. ഈ കമ്പി ഇട്ടിട്ടുള്ളതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. റോപ്പല്ലേ ഇത്? കയറല്ല, റോപ്പാണ്. വേണ്ട അത് കയറരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറാൻ പാടില്ലല്ലോ. നല്ല തണലാണ് കേട്ടോ. എന്തായാലും ഇരിക്കാനും ഓരോ വള്ളിയുടെ വേര് താഴെ മണ്ണിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇത് പടർന്ന് സാധാരണ ഓട്ടോമാറ്റിക് പടർന്ന് ബന്ധിച്ചു. ഇവരിപ്പോ ടൂറിസ്റ്റ് പ്ലേസ് നല്ല ഇതാക്കാൻ വേണ്ടിട്ട് എല്ലാ വള്ളികൾ വരണതും ഇങ്ങനെ ആക്കി വെക്കുക. അപ്പൊ ഓരോ വള്ളി ഇനി മരത്തിന്ന് നേരിട്ട് ഇതാരത്? ഇതെന്താ ഇവിടെ മരക്കിണറില് ബൈക്ക് ഓടിക്കുന്ന പരിപാടി ഉണ്ടോ?
ഇത് കുറെ ഉണങ്ങി പോയിട്ടാ ഇവിടുന്ന് കട്ട് ചെയ്യാനുണ്ടതേ അത് ഉണങ്ങിപ്പോയി. ശരി അതെ പ്ലെയിനായി ഇത് അവിടെ നിന്നൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു. ശരി കുറെ ഉണങ്ങി പോണുണ്ട് കേട്ടോ. അതെ അവിടെ ഉണ്ടായിരുന്നു. അതെ കണ്ടോ? അതല്ലടാ അവിടെ ഫോട്ടോയില് കണ്ടത്. ഇത് ഒരു മെയിൻ ഇത് വന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ തന്നെ കുറേ ഇതുകൾ മെയിനായിട്ട് കയറിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഇത് ഒരെണ്ണം മെയിനായിട്ട് കുറേ എണ്ണത്തിലേക്ക് കയറിയിട്ടുള്ളതാണ്. പിന്നെ ഇത് വേര് തന്നെയാണ് സംഭവം. കണ്ടില്ലേ? ഇത് പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ഇതിലെവിടെയോ ഓരോന്നത്തിനോട് കാവുക അല്ലേ? കണക്ട് തന്നെയാ. അത് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പോലെ ഉണ്ട്. കണ്ടോ? അങ്ങനെ എനിക്ക് തോന്നണില്ല. ഇത് ഒറ്റയായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നണില്ല. കാരണം നോക്കിയാൽ ഇതിലേക്ക് നീ വേറെ ഒന്നും കണക്ഷൻ ഇല്ല. ഇത് ഇതായിട്ട് കണക്ട് ചെയ്തേക്കണത് ഈ ഒരൊറ്റ സാധനമാണ് അല്ലേ? അതേപോലെ അവിടെ വന്നപ്പോൾ ആ കണക്ഷൻ പോയി. അത് അതിനകത്തേക്കുള്ള കണക്ഷൻ പോയി. എല്ലാം അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് എല്ലാം ഒന്നാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. എങ്ങനെയാണോ സംഭവം? അപ്പോൾ ഇതാണ് ഈ ഒറ്റയാൽ മരം കാണാൻ വേണ്ടി ഇത്ര അകലേക്ക് നമ്മൾ അവിടുന്ന് വണ്ടി ഓടിച്ച് വന്ന് എന്താണ് സംഭവം എന്നുള്ളത് അറിഞ്ഞു പോയി. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ള വിവരം പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരെ വന്നത്. അപ്പോൾ ഹാപ്പി അല്ലേ? കണ്ടു ഇത് ഉണങ്ങിപ്പോയി തടി. ഇതെന്താ ആൽമരം കുഴിച്ചിട്ടുള്ളത്? അതാണ് ഇനിത് ഞാൻ പറഞ്ഞത്. കണ്ടോ? ഇപ്പൊ മനസ്സിലായില്ല. ഒറ്റ ആലല്ല. ഇതിപ്പോ വേറെ തയ്യല്ല. അങ്ങനെ ആവുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്. കണക്റ്റഡ് ആണ് മുത്തിന് ഇവിടുത്തെ ശബ്ദം കേട്ടിട്ട് ഭയങ്കര ഇഷ്ടായിട്ടാ അല്ലേ? ഇത് നല്ല ഭംഗിയുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഒറ്റൊരാളാണെന്ന് ഞാൻ വിശ്വസിക്കാനില്ല. അവിടെ ഇവിടെയൊക്കെ നട്ടിട്ട് അതിൻ്റെ റൂട്ടിൽ നിന്ന് വരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ച് കണക്ഷൻ ആക്കിയിട്ടുള്ളത്. അത് നിൽക്കണ ഒറ്റ ഒരെണ്ണ അത് അതിൽ നിന്ന് കണക്ഷൻ ചെയ്തേക്കണണ്ട നീ അതിനകത്തേക്ക്. അല്ലാണ്ട് അതെങ്ങനെയപ്പോൾ അതിനകത്ത് ഇതായിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. ഏതൊരു ചൊറിയൻ ഇവിടെ ഒരു സ്കൂൾ വിട്ടണ്ടേ. ആ സ്കൂൾ വിട്ടപ്പോൾ നിറച്ചും പെൺകുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള കുറച്ച് ചൊറിച്ചുള്ളമാരാണ് ഈ കാണുന്ന ശബ്ദം ഉണ്ടാക്കി പോകുന്നത്. അതൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ നോക്കാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ഇതേപോലെ ശബ്ദം ഉണ്ടാക്കി പോവുമല്ലോ. അതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എന്താടാ അത് പണ്ടല്ലേ, ആ കാലഘട്ടം കഴിഞ്ഞു. അത് ശരിയാട്ടോ. അത് ഇവിടെ നിന്ന് ഒരു കൊമ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ശരിയാ. അല്ല അതാ ഞാൻ പറഞ്ഞു, ഭംഗിയുള്ള ആൽമരത്ത് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ. അല്ലാണ്ട് ഭംഗിയില്ല എന്നല്ല. അതിന്റെ മുകളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതറിയില്ലേ, ആൾക്കാർ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് ഇങ്ങനെ. അത് സംഭവം ശരിയാട്ടോ. ഈ ഒരു ഷേപ്പ് സംഭവം വേറെ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. എന്തൊരു രസമായിട്ടുള്ള ഷേപ്പാണെന്നറിയോ? നല്ല ഇഷ്ടമായി, സ്ഥലം ഇഷ്ടമായി. കാരണം വേറൊന്നും ഇല്ല, ഇത് ഇത്രയും ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇത് ഇത്ര പ്രതീക്ഷിച്ച് വന്നതുകൊണ്ട് തന്നെ നഷ്ടബോധമൊന്നും തോന്നണില്ല. വെറൈറ്റി ഉണ്ട്, നല്ല രസമായി ഉണ്ട്. ഒരു പറഞ്ഞ ഒരു സംഭവം അല്ലാന്ന് മാത്രം ഇവിടെ നടന്നത്. കിളികളില്ല എന്നുള്ള പരാതി കുരങ്ങൻ തീർത്തുണ്ട്. കുരങ്ങനുണ്ട്, കുരങ്ങൻ അവിടെ ഇരിക്കുന്നു. അണ്ണാനൊക്കെ ഇഷ്ടം പോലെ കാണില്ല. തേനീച്ചക്കൂടുണ്ട് കേട്ടോ അവിടെ. അത് ശരിയാ. അങ്ങോട്ടൊന്ന് പോയി വെക്കാം. ആൽമരത്തിൽ ഇത്ര അധികം അണ്ണാനുണ്ടാവും. എന്തൂരം അണ്ണാനുകളെ പറഞ്ഞത്. കണ്ട കൊറേ ഓടി പോണൂല. ഇനിയുണ്ടോ വരാൻ? ഇല്ല, വെള്ളം കുടിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാ. വെള്ളം കുടിച്ച് നേരെ പോണതാണ്. എന്നിട്ട് നേരെ ഈ ആൽമരത്തിൽ അങ്ങോട്ട് കയറിയിരിക്കും സന്തോഷമായിട്ട്. കണ്ടോ? ഇവിടെ ഇരിക്കാം. അത് നല്ലൊരു ഇതാ. അവിടെ ഇരുന്ന് നോക്കിയ മുത്ത് ഇരിക്കാൻ പറ്റണ്ടോന്ന് അറിയാനായിട്ട്. അങ്ങനെ അറിയണ്ടേ ഇരിക്കാൻ പറ്റണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഫ്രെയിമിലൊക്കെ ഒരു ഫോട്ടോ ഇടുന്നല്ലേ പൊള്ളിക്കൂട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നോക്കിയേ മുത്തിന്റെ ഫോട്ടോ ഫ്രെയിം. മുത്ത നിനക്ക് വേണ്ടിട്ട് ഞാൻ പെടപ്പെട്ട ഫോട്ടോകൾ എടുത്തു തരുന്നുണ്ട് കേട്ടാ. നീ മനസ്സിലാക്കിക്കോളാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിൽ അപ്പനും അമ്മയും ഇരിക്കും. ഈ ഒരു അടിപൊളി ഫോട്ടോ എടുത്തു തരണം. അതാണ് നിന്റെ അടുത്ത ലക്ഷ്യം. ഓക്കെ, ബാ ബടാ ബമനെ ബാ. ഒരെണ്ണാനേ വെള്ളം കുടിക്കുന്ന നോക്കി എന്ത് രസത്തിലിരുന്നിട്ടാന്ന്. ആ പൈപ്പിന്റെ അവിടെ നിന്ന് ചെറിയ ലീക്ക് ഉണ്ട്. അപ്പൊ ആള് വന്ന് അതിന്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് മെല്ലെ 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 അയ്യോ പോയി. നമ്മൾ പറഞ്ഞു കേട്ടുന്നുണ്ട് കേട്ടോ. വേഗം വെള്ളം കൂടി നിർത്തിയ ആള് സ്ഥലം വിട്ടു. എണ്ണക്കുരുവികൾ എടുത്ത് പൊക്കി എന്താണ്ടായേ? മുത്തേ കണ്ട എണ്ണക്കുരുവിനെയൊക്കെ എടുത്തോണ്ട് നടക്കേണ്ട വരും. നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടാ, പെട്ടു പോവും.
അത് പാവം പണിക്ക് വന്നിട്ടുള്ളതാ. മറ്റവൻ ആ ചാക്ക് എടുത്ത് ചുമന്നെങ്കിൽ ആ ചേച്ചിക്കെങ്കിലും ഇത്ര ഭാരം കുറഞ്ഞേനെ. എന്നിട്ടാണ് ആ പെണ്ണിനെ പൊക്കി എടുത്തോണ്ട് പോണത്. ഇത് ഇവിടെ പെട്ടെന്ന് ക്യാമറ കണ്ടതേ. അമ്മ പോയി എന്റെ നടുവിനെന്ന് പറഞ്ഞാ 50-60 കിലോ ഹാപ്പി ആയിട്ട് പോണത്. അവന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ നെഞ്ചു പൊട്ടി ചാവും ഇപ്പോ. നീ ഇതാ പറഞ്ഞ ശരിയായിട്ട്. ഇതേപോലെ ഇലയും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഇതിൽ സെറ്റായി ആ വേര് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ ഇതേപോലെ ഇത് അഴിച്ചു കളയും. കണ്ട, അപ്പോൾ അവിടെ ഓൾറെഡി സെറ്റായി, മണ്ണിലേക്ക് ആ വേര് സെറ്റായി. അങ്ങനെ എല്ലാ വേരുകളും അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഓരോന്നും താഴത്തേക്ക് ഇറങ്ങണ വേരുകൾ. അങ്ങനെയാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം. അതെനിക്ക് മനസ്സിലായി. അതേപോലെ ഈ അകലം വഴിക്ക് ഇത് നീണ്ടു പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കണേന്ന് അറിയോ? ഓരോ ആംഗിൾ ഇങ്ങനെ ചെറുതായിട്ട് പൊക്കി വെച്ച് കൊടുത്തേക്കണുണ്ട് അവിടെ വെച്ചിട്ട്. എന്നിട്ട് ആ മരം താഴത്തേക്ക് വരാണ്ടിരിക്കാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്തേക്കാം. അങ്ങനെയാണ് കേട്ടോ അത് ഒരു കണക്കിന് ഉണ്ടാക്കി എടുത്തതാണെങ്കിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ. ബാ നമുക്ക് മെല്ലെ ഇവിടുന്ന് നീങ്ങാം. ഇവിടെ കൂടുതൽ അങ്ങനെ വിവരിക്കാനുള്ള കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല. ആലിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചേച്ചി ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് എണ്ണക്കുരുവികൾക്കുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് അവർ മാത്രമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മളിവിടെ. അപ്പോൾ തണലായിട്ട് നല്ല സുഖത്തിൽ വന്ന് ഇരുന്ന് പോകണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലേ മുത്തേ? അതെ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ എല്ലാം ചെയ്ത് പൂരിയാക്കിയോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതായിരിക്കും. ബൈ. ഇവിടെ നിന്ന് നമ്മുടെ താറിന് അങ്ങോട്ടേക്ക് നോക്കുമ്പോ എന്താ തോന്നണേന്ന് അറിയോ? ജയിലിൽ ഇട്ടിട്ടുള്ള പോലെ താറിനെ പിടിച്ച്